ചില ആളുകളൊക്കെ തെറ്റുകളൊക്കെ തിരുത്തി നന്നാകണമെന്ന് പറഞ്ഞ് വന്നാൽ പിന്നെ അവർ ചിന്തിക്കുക അവർക്ക് ടൈറ്റ് ഷെഡ്യൂൾ വേണമെന്നാണ്. പതിരാവിൽ ഞെട്ടി ഉണർന്ന് ദീർഘദൂരം നടന്ന് പള്ളികളിൽ തഹജ്ജുദ് ചെയ്യണം. പകൽ സമയം ഉടനീളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് സുന്നത്ത് നോമ്പ് നോൽക്കണം. വേഷത്തിൽ തന്നെ തൊപ്പി മാത്രം പോരാ, തലപ്പാവും, പിന്നെയും അതിന് വേറെയും ചില തുന്നലുകളും വാൽക്കഷ്ണങ്ങളും വേണം. ഇങ്ങനെയൊക്കെയാണോ നന്നാവുക? അപൂർവം ആളുകൾ എനിക്കൊന്ന് നന്നാകണമെന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിയത് ഇനി ഇതുവരെ ധരിച്ച വസ്ത്രമൊക്കെ മാറ്റി ജീവിതത്തിന്റെ ക്രമങ്ങളാകെ മാറ്റി, ആസ്വാദനം വേണ്ട, കുടുംബം വേണ്ട, മക്കള് വേണ്ട, അങ്ങനെ നാട് വിട്ട് വീട് വിട്ട് കുടുംബം വിട്ട് ഏതോ വനാന്തരങ്ങളിലേക്ക് പോകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ആധ്യാത്മികമായ ഒരു വിചാരം. എനിക്ക് നന്നാകണം, കുറച്ചുകൂടെ നന്നാകണം, അള്ളാഹുവുമായി അടുക്കണം, അള്ളാഹു സ്വീകരിക്കുന്ന അടിമകളിൽ ഉൾപ്പെടണം. ഈ ഒരു അപേക്ഷ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് ശരിയായ ഉൾവിളി. കുറ്റബോധമുണ്ട്, ജീവിതത്തിന്റെ നല്ല അവസ്ഥകളെ പാഴാക്കിയതിലുള്ള കുറ്റവിചാരമുണ്ട്. ഇനി ആത്മീയമായി നന്നാകണമെന്ന ചിന്തയിലേക്ക് ഉണർന്നിരിക്കുന്നു. നാം പരിചയപ്പെടുന്ന പല സ്നേഹിതന്മാരുടെയും അവസ്ഥയാണിത്. ചിലരെല്ലാം ദീനിയായ അനുഷ്ഠാനപരമായ ചിട്ടകള് ഭംഗിയായി തന്നെ നിർവഹിക്കുന്നവരാണ്. എന്നാൽ അവരും പറയും എനിക്ക് നന്നാകണം, എനിക്ക് അള്ളാഹുവിനെ പ്രാപിക്കണം. എന്നാൽ നമ്മുടെ സ്നേഹിതരിൽ മറ്റൊരു വിഭാഗം ജീവിതത്തിൽ ആത്മീയമായി അനുഷ്ഠാനങ്ങൾ പോലും ഇല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവിചാരം കൂടാതെ ചിലപ്പോഴെല്ലാം തെറ്റുകുറ്റങ്ങളിൽ ആപതിച്ച് മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. അവരും ഒരു നല്ല സമയം ലഭിക്കുമ്പോൾ പറയും എനിക്കൊന്ന് നന്നാകണം. ഇങ്ങനെ ആയാൽ പോരാ, പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിന്റെ പ്രിയക്കാരിൽ ഉൾപ്പെടണം. ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഈ ഒരു കുറ്റബോധവും പശ്ചാത്താപ ചിന്തയും അള്ളാഹുവിനെ പ്രാപിക്കണമെന്ന ഗൗരവത്തിലുള്ള ഉൾവിളിയും ഇത് ലഭിച്ചു കഴിഞ്ഞാൽ വിജയിച്ചു. ഇത് സ്വയം ഉണ്ടായിത്തീരുന്ന ആലോചനയാണെങ്കിൽ ഇനിയൊന്നും പറയണ്ട. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, അഫൂവാണ്, തവ്വാബാണ്. അള്ളാഹു തആല സ്വീകരിക്കും. എന്നാൽ ഇവിടെ ഒരു ഗൗരവമുള്ള ക്രമപ്രശ്നമുണ്ട്. അതെന്താണ്? എനിക്ക് നന്നാകണമെന്ന് പറയുന്ന പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ബാഹ്യമായ അവസ്ഥകളിലുള്ള മാറ്റങ്ങളെയാണ്. ചിലരൊക്കെ അനുഷ്ഠാനങ്ങളിൽ വർധനവ് വേണമെന്ന് ചിന്തിക്കും. മറ്റ് ചിലര് വേഷത്തിലും രീതിയിലുമൊക്കെ മാറ്റം വേണമെന്നാണ് ആലോചിക്കുക. വേറെ ചില ആളുകൾ ത്യാഗം വേണം, കഷ്ടപ്പാട് വേണം, അങ്ങനെ ഭക്തി ജീവിതത്തിന്റെ ഒരു ഉയർന്ന അവസ്ഥ സ്വീകരിക്കണം, ഇങ്ങനെയും ചിന്തിക്കും. എന്നാൽ ഉൾവിളി ഇൻഷിറാഹ് ലഭിച്ച് അള്ളാഹുവിനെ പ്രാപിക്കണമെന്ന ആത്മീയ വിചാരം ശക്തിപ്പെട്ടാൽ എല്ലാം ലളിതമാണ്. അവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ മുദ്രാവാക്യം അള്ളാഹുവിന്റെ വചനങ്ങളാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ. പ്രയാസവും
ഞെരുക്കവും ത്യാഗവും കഷ്ടപ്പാടും ഇതിൻ്റെ എല്ലാം ശേഷം എളുപ്പമുണ്ട്, സൗകര്യമുണ്ട്, സന്തോഷപ്രദമായ അവസ്ഥയുണ്ട്. ഇത് 2 തവണ ആവർത്തിച്ചിരിക്കുന്നു അല്ലാഹു ഖുർആനിൽ. പ്രയാസമല്ല വേണ്ടത്, നമുക്ക് എളുപ്പമാണ്. ഈ എളുപ്പം പറഞ്ഞ് പഠിപ്പിക്കാൻ വന്നവരാണ് ദൈവദൂതന്മാർ. യസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ എളുപ്പമാക്കുവീൻ. വലാ തുഅസ്സിറൂ, നിങ്ങൾ ഞെരുക്കമാക്കരുത്, നിങ്ങൾ പ്രയാസമാക്കരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർശനമായ നിർദ്ദേശമാണിത്. യസ്സിറൂ വലാ തുഅസ്സിറൂ. ഇവിടെയാണ് നാം ചിന്തിക്കുന്നത്, അപൂർവം ആളുകൾ എനിക്കൊന്ന് നന്നാകണമെന്ന് പറഞ്ഞാൽ അവര് മനസ്സിലാക്കിയത് ഇനി ഇതുവരെ ധരിച്ച വസ്ത്രമൊക്കെ മാറ്റി, ജീവിതത്തിന്റെ ക്രമങ്ങളാകെ മാറ്റി, ആസ്വാദനം വേണ്ട, കുടുംബം വേണ്ട, മക്കള് വേണ്ട, അങ്ങനെ നാട് വിട്ട്, വീട് വിട്ട്, കുടുംബം വിട്ട് ഏതോ വനാന്തരങ്ങളിലേക്ക് പോകണം, ഏതോ പർണശാലകളിൽ ചെന്ന് തപസ്സിരിക്കണം, എല്ലാം ഉപേക്ഷിച്ച് ത്യജിവര്യനായി, എല്ലാം ത്യജിച്ച് പരിവ്രാജകനായി എവിടെയോ പോകണം. ഇനിയും വേറെ ചിലര് മനസ്സിലാക്കുന്നത് വർഷങ്ങളോളം അലഞ്ഞു തിരിഞ്ഞ് നടന്നെങ്കിൽ മാത്രമേ ഈ നന്നാവുക എന്ന അവസ്ഥ പ്രാപിക്കാൻ കഴിയൂ എന്നാണ്. ഏതെങ്കിലും ദർഗകളിൽ, ആത്മീയ പർണശാലകളിൽ കൂട്ടുകുടുംബത്തെ ഒക്കെ ഒഴിവാക്കി ജീവിതത്തിന്റെ ആസ്വാദന സൗകര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് അങ്ങനെയാണ് നന്നാവുക. ഇതാണ് ധാരണ. ശരിക്കും പറഞ്ഞാൽ ഇതാണോ നന്നാവുക എന്നതിൻ്റെ ശരിയായ വിവക്ഷ? അനുഷ്ഠാനത്തിലും ബാഹ്യവേഷവിധാനത്തിലും ഉള്ളതിനേക്കാൾ 90% കിടക്കുന്നത് മനുഷ്യൻ നന്നാവുക എന്നത് അവന്റെ കൽബകത്ത് മാനസികമായി അള്ളാഹുവിനെ സ്നേഹത്തോടെ വരിക്കുക എന്നതാണ്. അതിനു വേണ്ടത് കിബർ, ഹസദ്, റിയാ, ഉജ്ബ്, തൻപോരിമ, ലോകമാന്യം, അഹംഭാവം എന്നിത്യാദി നശിച്ച മാനസിക ഭാവങ്ങളെ പിഴുതെറിയുക. വിനീതമായി അള്ളാഹുവിന്റെ ദാസൻ എന്ന അവസ്ഥയിലേക്ക് എത്തുകയും അവന്റെ സൃഷ്ടികളോട്, ചരാചരങ്ങളോട് സ്നേഹവായ്പ പുലർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കി ജീവിതത്തെ ആസ്വദിക്കുക. അത്രയല്ലേ പറയേണ്ടതുള്ളൂ. ചില ആളുകളൊക്കെ തെറ്റുകളൊക്കെ തിരുത്തി നന്നാകണമെന്ന് പറഞ്ഞ് വന്നാൽ പിന്നെ അവർ ചിന്തിക്കുക അവർക്ക് ടൈറ്റ് ഷെഡ്യൂൾ വേണമെന്നാണ്. പതിരാവിൽ ഞെട്ടി ഉണർന്ന് ദീർഘദൂരം നടന്ന് പള്ളികളിൽ തഹജ്ജുദ് ചെയ്യണം. പകൽ സമയം ഉടനീളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് സുന്നത്ത് നോമ്പ് നോൽക്കണം. വേഷത്തിൽ തന്നെ തൊപ്പി മാത്രം പോരാ, തലപ്പാവും, പിന്നെയും അതിന് വേറെയും ചില തുന്നലുകളും വാൽക്കഷ്ണങ്ങളും വേണം. ഇങ്ങനെയൊക്കെയാണോ നന്നാവുക? ചില ആളുകൾ ഈ നന്നാവുക എന്ന ആശയം മനസ്സിൽ തീരുമാനമായാൽ പിന്നെ സദ്ഗുരുക്കന്മാരെ പ്രാപിക്കും. അപൂർവം ചില ആളുകൾ ഗുരുനാഥന്മാരാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ പോലും ആത്മീയമായി ആളുകളെ ശിക്ഷണം ചെയ്യാൻ ആവശ്യമായ പരിജ്ഞാനവും അനുമതിയും ഇല്ലാത്തവരായിരിക്കും. അവരോ ഇനിയും ത്യാഗത്തിന്റെ, കഷ്ടപ്പാടിന്റെ കടുപ്പമേറിയ പരീക്ഷകളുമാണ് തന്റെ ശിഷ്യനോട് നിർദ്ദേശിക്കുക. ഒന്നുകൂടി കുഴപ്പത്തിലാവുകയാണ് അത്തരക്കാർ ചെയ്യുന്നത്. കാരണം അനുവാദവും അധികാരവും ഇല്ലാത്ത ആളുകൾ അള്ളാഹുവിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ്? വേഷം കൊണ്ടോ, ആളുകൾ ഗുരുനാഥനാണ്, ഷെയ്ഖാണ് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടോ ഒരാളും ആ പദവിയിൽ എത്തുകയില്ല. ശരിയായ ഒരു ഗുരുവിനെ പ്രാപിക്കുക എന്ന മഹാഭാഗ്യം ലഭിച്ചാൽ ഇനി അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസാരം ജീവിതത്തെ ക്രമീകരിക്കുക. അതില് കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. ത്യാഗത്തിന്റെ ഗൗരവം, പ്രയാസപ്പെട്ട് ജീവിക്കുക, ഇതൊന്നും ഉണ്ടാവില്ല. അസുലൂക്ക്, ആധ്യാത്മിക സാധന മാർഗം ഗുരുവിന്റെ വഴിയിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മിനത്തഖ്ലീഫി
ഇലൽ ഹുബ്ബ്, നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്ന അമലുകൾ. മുക്കല്ലഫാണ് ഞാൻ, എനിക്കത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടും, നരകം കിട്ടും, ബേജാറാണ്. ഈ ഒരു തക്ലീഫ് വിചാരത്തിൽ നിന്ന് മുക്തമായി ഹുബ്ബിലേക്ക് എത്തുക, അള്ളാഹുവിനെ പ്രണയിച്ച് സ്നേഹിച്ച് അള്ളാഹുവിനെ അറിഞ്ഞ് അവനോടുള്ള ഹൃദയബന്ധം സ്ഥാപിച്ച് ഇബാദത്ത് ചെയ്യുന്നത് എന്തും, കാരുണ്യം ഇബാദത്താണ്, സഹജീവികളോടുള്ള സ്നേഹം ഇബാദത്താണ്, അവരവരുടെ ജീവിത വിജയത്തിനുള്ള ബിസിനസ്സോ പഠനമോ അധ്യാപനമോ കണ്ടുപിടുത്തങ്ങളോ അതൊക്കെ ഇബാദത്താണ്. ഈ വിചാരം മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുതന്നെയാണ് സാധന, അതുതന്നെയാണ് പുണ്യം. ഇവിടെ നമുക്ക് ഒരാവിഷ്കാരം പറയാം. ചിലരുടെ ധാരണ തിരുത്താൻ ഈ ഉദാഹരണം സഹായകമാണ്. അതായത് ചിലരൊക്കെ മഹാന്മാരായ ഷെയ്ഖുമാരെയൊക്കെ ലഭിച്ച് നന്നാകാനുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നുകയാണ്, ഇനി പഴയതൊന്നും പോരാ, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ത്യാഗവും അത്യാവശ്യമാണ് എന്ന്. അതാര് പറഞ്ഞു? എവിടെ പറഞ്ഞു? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, നാഥനായ പരിപാലകനായ നമ്മുടെ റബ്ബ് പറയുകയാണ്, നിങ്ങൾക്ക് പ്രയാസത്തെയല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, എളുപ്പത്തെയാണ്, സുഗമമായ അവസ്ഥയാണ് അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. വീണ്ടും പറയുന്നു, വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, പ്രയാസത്തെ, ഞെരുക്കത്തെ അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നേയില്ല. ഇതാണ് പരിശുദ്ധ ദീനിന്റെ മർമ്മം, ധർമ്മത്തിന്റെ മർമ്മം ഇതാണ്. പ്രയാസമല്ല വേണ്ടത്, എളുപ്പമാണ് വേണ്ടത്. ഇത് നമ്മളാരും പറയുന്നതല്ല, റബ്ബായ പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നാം പറയാൻ ഉദ്ദേശിക്കുന്ന ഉദാഹരണം എന്താണ്? ഒരു യൂണിവേഴ്സിറ്റി തലത്തിലെ ക്യാമ്പസ്, അവിടെ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾ, ലോക നിലവാരമുള്ള വലിയ ഉന്നതമായ സ്ഥാപനം, ലോകതലത്തിൽ ശാസ്ത്രജ്ഞന്മാരെ, കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരെ, ദാർശനിക പ്രഭുക്കന്മാരെ, ഈ ലോകത്തെ ആകമാനം പ്രത്യുൽപ്പന്നപരമായി ഉയർത്തുവാൻ സർഗശേഷിയുള്ള വിദഗ്ധന്മാരെ പരിശീലിപ്പിച്ച് വളർത്തുന്ന ഒരു വലിയ സ്ഥാപനം മനസ്സിൽ കാണുക. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ IQ, EQ ടെസ്റ്റ് നടത്തിയും അവരെ രഹസ്യമായും പരസ്യമായും നിരീക്ഷിച്ചു സർഗശേഷിയുള്ള പ്രഗത്ഭ വിദ്യാർത്ഥികളെ കണ്ടെത്തുവാനുള്ള രഹസ്യ സംവിധാനമുണ്ട്. നല്ല മിടുക്കന്മാരെ, ഈ ലോകത്തിന്, ഈ സമൂഹത്തിന് പ്രത്യുൽപ്പന്നപരമായ സംഭാവനകൾ അർപ്പിക്കാൻ പറ്റുന്ന മിടുക്കന്മാരെ അവരെ രഹസ്യമായി കണ്ടെത്താനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗം കൂടി 2 വിദ്യാർത്ഥികൾ അതിസമർത്ഥരാണെന്നും ബുദ്ധിപരമായി കഴിവുള്ളവരാണെന്നും ജീവിത വിജയത്തിന് ആവശ്യമായ എല്ലാ യോഗ്യതകളും ഉള്ളവരാണെന്നും സെനറ്റ് ബോർഡിന് മനസ്സിലായി. വർഷങ്ങളുടെ നിരീക്ഷണമുണ്ട് അവർക്ക്. ഈ 2 വിദ്യാർത്ഥികളുടെയും മികവും കഴിവും ബുദ്ധിശക്തിയും ഐക്യവും സ്വഭാവവും ഒക്കെ അവർക്ക് ഉറപ്പു വന്നതാണ്. ആ 2 പേരെയും ഏറ്റെടുക്കാൻ, ലോകത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി വളർത്തിക്കൊണ്ടുപോകാൻ സെനറ്റ് തീരുമാനമെടുത്തു. അങ്ങനെയാണ് PG കഴിഞ്ഞവര്, ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയവര്, അവർക്കൊക്കെ ഡിലിറ്റ് നൽകണം, ഡോക്ടറേറ്റ് നൽകണം. അതിന് വിഷയം കൊടുക്കുന്നു. 5 വർഷത്തെ ഗവേഷണ പഠനത്തിനാവശ്യമായ സ്കോളർഷിപ്പും ആവശ്യമായ താമസവും സൗകര്യവും ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ PhDക്ക് വേണ്ടി, ഡോക്ടറേറ്റിന് വേണ്ടി പരിശ്രമങ്ങൾ ആരംഭിച്ചു. ചില ആളുകൾ ഭൗതിക സയൻസുമായി ബന്ധപ്പെട്ട പഠനത്തിന്
ഫിസിക്സുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ അതിലേക്ക് നീങ്ങുകയാണ്. 5 വർഷമാണ് പീരീഡ്. ചിലര് സമുദ്രതീരങ്ങളിൽ പോകണം, മറ്റു ചിലർ സമുദ്രാന്തർഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്ത് പഠനം നടത്തണം, മറ്റു ചിലർ ലോകം സഞ്ചരിച്ചുകൊണ്ട് പഠന ഗവേഷണ നിരീക്ഷണം നടത്തണം. അങ്ങനെ 5 വർഷം കൊണ്ട് ഡിലിറ്റ്, ഡോക്ടറേറ്റ് അവര് തിസീസ് കൊടുക്കണം. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട 2 പ്രതിഭകളുണ്ടല്ലോ, സെനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞതാണ് അവരെ ഏറ്റെടുക്കാൻ. കാരണം അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. ഇവിടെ നിയോഗമാണ്, സെലക്ഷനാണ്. ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ അംഗീകരിച്ചു, അവരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ 5 വർഷം പൂർത്തിയാക്കി പറഞ്ഞ ഒരു തിസീസ് സമർപ്പിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം ഓൾറെഡി അവർ സജ്ജമാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, പാകപ്പെട്ടവരാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ടും ജനിതകമായ ഗുണവുമൊക്കെ തിരിച്ചറിയപ്പെട്ടതാണ്. ഈ സാഹചര്യത്തിൽ ഈ 2 പേർ അവർക്ക് കൊടുത്ത സബ്ജക്റ്റ് എന്തായിരുന്നു? ഉദാഹരണത്തിന് ലറബ സൈദുൻ അംറൻ. ഇതിന്റെ വ്യാകരണവും തത്വവും എഴുതി സമർപ്പിക്കുക. ഇതായിരുന്നു അവരുടെ PhD ഗവേഷണ വിഷയം. ലറബ സൈദുൻ അംറൻ. അറബി ഭാഷ കുറച്ചറിയുന്നവർക്കറിയാം, വ്യാകരണം പഠിപ്പിക്കാൻ വേണ്ടി ലോകതലത്തിൽ എല്ലാ വ്യാകരണ ഗ്രന്ഥങ്ങളും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ലറബ സൈദുൻ അംറൻ. സെയ്ദ് അംറിനെ അടിച്ചു. അവിടെ ലറബ എന്ന ഫിഅല് മാളിയുണ്ട്, സെയ്ദുൻ എന്ന ഫായിലുണ്ട്. അടി ഏറ്റുവാങ്ങിയ അംറുൻ എന്ന മഫ്ഊലുണ്ട്. വളരെ സിമ്പിളാണ്. ഈ 5 വർഷത്തെ PhDക്ക് വേണ്ടിയുള്ള പഠനത്തിന് ഈ 2 മിടുക്കന്മാർക്ക് കൊടുത്ത വിഷയം ലറബ സൈദുൻ അംറൻ. ഇത് പഠിച്ച് പ്രബന്ധമാക്കി യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുക. 5 വർഷമുണ്ട്. ഒരു മാസം 5 ലക്ഷമാണ് സ്കോളർഷിപ്പ്. പഠനാവശ്യത്തിന് വേണ്ടി ലോകത്തെവിടെയും സഞ്ചരിക്കാം. വിസയും ടിക്കറ്റും താമസവും എല്ലാ ബോണസും അലവൻസും യൂണിവേഴ്സിറ്റി നൽകും. 5 വർഷം കഴിഞ്ഞിട്ട് 5 ലക്ഷം വീതം മാസത്തിൽ സ്വീകരിച്ച് പഠനം തുടരാം. ഇതായിരുന്നു മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും നൽകിയതുപോലെ ഇവർക്കും നൽകിയ അറിയിപ്പ്. പക്ഷേ മറ്റ് വിദ്യാർത്ഥികൾ അവരുടെ പഠന ഗവേഷണ മികവ് കൊണ്ട് വളരെ നല്ല പ്രബന്ധം അവതരിപ്പിച്ച് ജയിക്കണം. അവരുടെ ആ പഠന പ്രബന്ധത്തെ അവലംബിച്ചുകൊണ്ടാണ് അവർക്ക് ഡോക്ടറേറ്റ് ലഭിക്കുക. എന്നാൽ നാം പറയുന്ന സെനറ്റ് തെരഞ്ഞെടുത്ത് വളർത്തുന്ന നിയോഗഭാഗ്യമുള്ള ഈ 2 മിടുക്കന്മാര് അവരെ ഓൾറെഡി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവരെ എന്തിനും ഏതിനും അനുയോജ്യരാണ് എന്ന് സെനറ്റിന് ബോധ്യമുണ്ട്. പക്ഷേ ഈ 2 മിടുക്കന്മാർ, അതിൽ ഒരാൾ എന്തു ചെയ്തു? 5 വർഷത്തെ പഠനമുണ്ടല്ലോ, ലോകാലോകങ്ങൾ ചുറ്റി സഞ്ചരിക്കാനുള്ള ടിക്കറ്റും വിസയും ഉണ്ടല്ലോ, ഒരു മാസത്തേക്ക് 5 ലക്ഷത്തിന്റെ സ്കോളർഷിപ്പും ഉണ്ടല്ലോ. ഇങ്ങനെ PhD ലഭിച്ചു കഴിഞ്ഞാലോ ഈ യൂണിവേഴ്സിറ്റിയുടെ അധിപതികളാകാം, ലോകത്തെ ഉന്നതമായ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും, വലിയ നിലവാരത്തിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരാകാം. ഇങ്ങനെയൊക്കെ ഓഫറുണ്ട്. ഈ 2 മിടുക്കന്മാരിൽ ഒരാൾ എന്ത് കരുതി? അങ്ങനെയാണെങ്കിൽ ലറബ സൈദുൻ അംറൻ പഠിക്കണം. അങ്ങനെ ഓടാൻ തുടങ്ങി, അലയാൻ തുടങ്ങി. കമ്പ്യൂട്ടറും പേനയും പുസ്തകവും ക്യാമറയും എടുത്ത് ലറബ എന്ന പദം, അതിനെപ്പറ്റി നീണ്ട വർഷം അറബി ഭാഷയിൽ ലറബ എന്താണ്, അർത്ഥം എന്താണ്, അതിലെ ലാദ് എന്താണ്, റാ എന്താണ്, ബാ എന്താണ്, അത് മാളിയാണ്, അത് മുലാരി ആകുമ്പോൾ എങ്ങനെയാണ് അർത്ഥം വരിക, ലറബ എന്ന പദത്തിനെ മറ്റ് ഭാഷകളിൽ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്,
അടി എന്ന് പറയുന്ന ഈ പ്രക്രിയ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, അതിന്റെ എഫക്റ്റ് എന്തൊക്കെയാണ്? പഠിക്കാൻ പോയി. സെയ്ദുൻ ഫായിലാണ്. ലോകത്ത് ആരൊക്കെയാണ് സെയ്ദ് ഉള്ളത്? സെയ്ദ് എന്ന പേര് ലഭിച്ചത് ലോകത്ത് ആദ്യം ആർക്കാണ്? ഇങ്ങനെയുള്ള പരന്ന പഠനം. വറബ സെയ്ദുൻ അമ്രൻ, ലോകത്തെല്ലായിടത്തുമുള്ള സെയ്ദുകളെയും അമ്രുകളെയും പഠിക്കാൻ നടക്കുകയാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ജാതകവും പഠിച്ച് അങ്ങനെ പ്രബന്ധം. കാരണം 5 വർഷം ഉണ്ടല്ലോ, ഒരു മാസത്തേക്ക് 5 ലക്ഷമല്ലേ സ്കോളർഷിപ്പ്. അപ്പൊ വെറുതെ ഇരുന്നാ കിട്ടുമോ? അതുമല്ല, ഈ ഡോക്ടറേറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്ന വലിയ പദവിയല്ലേ, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉന്നത ബഹുമതിയിലല്ലേ എത്താൻ പോകുന്നത്. അപ്പൊ പഠനം മോശമാകരുതല്ലോ. സെയ്ദുകളുടെ പിന്നാലെ അമ്രുകളുടെ പിന്നാലെ നടന്ന് 5 വർഷം കഠിനാധ്വാനം ചെയ്തു ഒരാള്. വലിയ ഭാരമുള്ള ഭാണ്ഡം തിസീസിന് വേണ്ടി, PhDക്ക് വേണ്ടി ഈ മിടുക്കൻ തയ്യാറാക്കുകയാണ്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട മിടുക്കൻ ഒന്നാമൻ എന്താ ചെയ്തത്? അദ്ദേഹം ആലോചിച്ചു. ലറബ സെയ്ദുൻ അമ്രൻ എന്നതിനെ വ്യാകരണപരമായി ഉപന്യസിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. 2 or 3 പേജ് അതിരുന്ന് എഴുതാവുന്നതേ ഉള്ളൂ. അറബി ഭാഷാ വ്യാകരണത്തിന്റെ അടിസ്ഥാനത്തെ വെച്ച് 2 or 3 പേജിൽ ഉപന്യസിക്കുക. വറബ ഫിഉലുൻ മാദിൻ, സെയ്ദുൻ ഫാഇൽ, അമ്രൻ മഫ്ഊൽ. 1 or 2 or 3 തത്വങ്ങൾ എഴുതാനുണ്ട്. വ്യാകരണം വളരെ സിമ്പിൾ അല്ലേ? മിടുക്കന്മാരിൽ 2ൽ ഒന്നാമൻ ഇത് മാത്രം എഴുതി. ബാക്കി സമയം എന്തിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, ബുദ്ധിമുട്ടാകുന്നത്? യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിന്റെ നിർദ്ദേശം 5 വർഷമുണ്ട്. അവര് 5 ലക്ഷം വീതം സ്കോളർഷിപ്പ് തരുന്നു. അതൊക്കെ അവരുടെ ഔദാര്യമാണ്. സ്വാഭാവികമായും ഇതിലപ്പുറം എന്താണ്? ലറബ സെയ്ദുൻ അമ്രൻ എന്ന വ്യാകരണം, ഈ തത്വം എഴുതി കൊടുത്താൽ പോരെ? ഒരാൾ അങ്ങനെ ചെയ്തു. മിടുക്കനായ, സമർത്ഥനായ, ബുദ്ധിമാനായ, പ്രായോഗിക ബുദ്ധിയുള്ളയാള് 2 or 3 പേജിൽ തന്റെ തിസീസ് പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്തു. ഉന്നതാധികാര സഭ പരിശോധിച്ചു. എന്നാൽ അതിസമർത്ഥരിൽപ്പെട്ട ഒരാള് കഷ്ടപ്പെട്ട് ഭാണ്ഡങ്ങൾ ഉണ്ടാക്കി. യഥാർത്ഥം പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികളെ ഡോക്ടറേറ്റ് കൊടുത്ത് തെരഞ്ഞെടുത്ത് രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചുറപ്പിച്ച സെനറ്റ് ബോർഡിന് അവരുടെ പ്രബന്ധം കാണേണ്ട ആവശ്യം പോലുമില്ല. കാരണം അവർ യോഗ്യരാണ് എന്ന് വേണ്ടപ്പെട്ടവർ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. നിയോഗമാണത്. ഇസ്തിഫാ നടന്നു കഴിഞ്ഞു, ഇജ്തിബാ നടന്നു കഴിഞ്ഞു, ഇഖ്തിയാർ പൂർത്തിയായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അതിമിടുക്കനായ ആള് ഇത്രയും വലിയൊരു പ്രബന്ധം വോള്യങ്ങളിൽ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് വായിക്കുക പോലും ചെയ്യുന്നില്ല സെനറ്റ്. വായിക്കേണ്ട ആവശ്യവുമില്ല. അതെ, കർമ്മങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം രക്ഷ പ്രാപിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ നിയോഗം കൊണ്ട്, തെരഞ്ഞെടുപ്പ് കൊണ്ട് അല്ലാഹു തആല അംഗീകരിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇത് രണ്ടും നന്നായിത്തീരുന്നവരുടെ ജീവിത ലോകമാണ്. അൽ മുഖ്ലിസീൻ എന്ന ഒരു വിഭാഗം, അൽ മുഖ്ലസൂൻ എന്ന ഒരു വിഭാഗം. അൽ മുഖ്ലസൂൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. അല്ലാഹു അവന്റെ നിയോഗം കൊണ്ട് തെരഞ്ഞെടുക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മഹാഭാഗ്യം കൊണ്ട് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ത്യാഗം, പ്രയാസം, കഷ്ടപ്പാട് ഇല്ല. ആരാണോ തന്നെ സതുവഴിയിലേക്ക് നയിക്കാൻ കൈപിടിക്കുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട നിയോഗിതനായ ഗുരുവര്യർ, അവരുടെ ലളിതമായ ഉപദേശങ്ങൾ, അവരുടെ മന്ത്രങ്ങൾ, അവര് നൽകുന്ന ദീക്ഷകൾ, അവര് പഠിപ്പിക്കുന്ന വളരെ ലളിതമായ ജീവിതക്രമങ്ങൾ മതി. അതുമതി. വേഷത്തിലും കഷ്ടപ്പാടിലും ഒന്നും പിന്നെ പോകേണ്ടതില്ല. ഗുരുനാഥരുടെ നിർദ്ദേശത്തിലുള്ള ആ എളുപ്പമാർഗം, അത് ഊന്നൽ കൊടുക്കുന്നത് എവിടെയാണ്? ബാഹ്യ കർമ്മങ്ങൾക്കല്ല, ആന്തരിക സംശുദ്ധിക്കാണ്, സംസ്കൃതിക്കാണ്. കൽബാണ് തെളിയേണ്ടത്, മനസ്സകമാണ്
സംസ്കൃതിയിൽ എത്തിച്ചേരേണ്ടത്. അവിടെയുള്ള അഴുക്കുകളെയും മാലിന്യങ്ങളെയും നിർമാർജനം ചെയ്ത് കൽബിനെ കൽബിയായ ആധ്യാത്മികമായ ഉന്നതമായ അടയാളങ്ങൾ സ്ഥാപിച്ചെടുക്കുക. ഈ ഉദാഹരണം കൂടുതൽ ആലോചനയ്ക്ക് വിധേയമാക്കണം. ലറബ സയ്യിദുൻ അമ്രൻ എന്ന വ്യാകരണം പൂർത്തിയാക്കി കൊടുത്താൽ മതി എന്നാണ് സെനറ്റ് പറഞ്ഞതെങ്കിൽ നാം എന്തിന് കഷ്ടപ്പെടണം? അതെ, അല്ലാഹു തആല പരിശുദ്ധ അദ്ദീൻ എന്ന ധർമ്മത്തെ അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ 3 വിധാനങ്ങളാണ്, 3 മർത്തബകളാണ്. നിയോഗത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുനാഥന്മാരൊക്കെ അങ്ങനെയാണ്. പ്രവാചകന്മാരെല്ലാവരും നിയോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ വിദ്യാഭ്യാസപരമായ കഴിവുകളോ അവര് പ്രവാചകത്വ ലബ്ധി പ്രകടമാകുന്നതിന്റെ മുമ്പ് പ്രകാശിപ്പിച്ച ധർമ്മങ്ങളോ സദ്കാര്യങ്ങളോ സദ്കർമ്മങ്ങളോ ഒന്നും മാനദണ്ഡമല്ലല്ലോ. നിയോഗമാണ്. അവിടെ ഇസ്തിഫാ ആണ്, ഇജ്തിബാ ആണ്, ഇഖ്തിയാർ ആണ്. ഒരു വേള പറഞ്ഞാൽ ആധ്യാത്മികമായി അള്ളാഹുവിനെ പ്രാപിക്കാൻ വേണ്ടി ഉന്നതമായ ലോകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും മറ്റൊരു രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ്, നിയോഗം ലഭിച്ചവരാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗുരുവിന്റെ നിർദ്ദേശം ഇന്നമാ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അള്ളാഹുവിനെ പ്രാപിക്കുക, ആ മഹത്വത്തെ കൽബിൽ നിറയ്ക്കുക. അതിന് നമുക്കായി പ്രത്യേകം ഒന്നും ചെയ്യാനില്ല. നമ്മുടെ മുറബി, നമ്മുടെ സദ്ഗുരു നമ്മോട് പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ, പക്ഷെ അവരുടെ ഫോർമാറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ശരീഅത്തിന്റെ അച്ചടക്കങ്ങൾ ബാഹ്യമായി അനുഷ്ഠാനപരമായി പുലർത്തേണ്ടത് നിർബന്ധമായി പുലർത്തുക തന്നെ വേണം. ഒരു മനുഷ്യൻ എന്ന നിലക്ക് സാമൂഹിക തലത്തിൽ വർത്തിക്കേണ്ട മര്യാദകൾ, കുടുംബ ബന്ധങ്ങൾ, അതൊക്കെ പുലർത്തുകയും വേണം. അവിടെ വിട്ടുവീഴ്ച കൊടുക്കാൻ ഒരു ഗുരുനാഥനും അർഹതയില്ലല്ലോ. ഫർളുകൾ ഫർളായി ചെയ്യണം. എന്നാൽ സുന്നത്തുകൾ ആത്മീയ മാർഗം സ്വീകരിച്ചതിന്റെ പേരിൽ ഫർളാകുന്നില്ല. അസ്സുലൂക്കു മിനത്ത് തക്ലീഫി ഇലൽ ഹുബ്ബ്. ആധ്യാത്മ മാർഗത്തെ പുണർന്നു കഴിഞ്ഞാൽ പിന്നെ അത്വരീഖ, മഹാന്മാരുടെ വഴി, മിനത്ത് തക്ലീഫി ഇലൽ ഹുബ്ബ്, നിർബന്ധമാണല്ലോ എന്ന് പേടിച്ച് ശിക്ഷയും നരകവും ഭയന്ന് കഷ്ടപ്പാടോടുകൂടി കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതിനു പകരം സ്നേഹത്തോടെ പ്രണയത്തോടെ ഇലാഹായ റബ്ബിനെ അറിഞ്ഞ് സ്നേഹിച്ച് മുന്നേറുക. അത് ലളിതമായ മാർഗങ്ങളിലൂടെ ആയാൽ അത്രയ്ക്ക് സുഖം. അതുകൊണ്ട് മഹാന്മാര് പറയാറുണ്ട്, അശ്ശൈഖു മയ്യദുല്ലുക ഇലല്ലാഹി അലല്ലാഹി. ശരിയായ ഷെയ്ഖ് അള്ളാഹുവിലേക്ക് നിന്നെ അറിയിച്ചു തരുന്നവനാണ്, നിന്നെ ചേർത്ത് തരുന്നവനാണ്. അശ്ശൈഖു, യഥാർത്ഥ ഷെയ്ഖ് നിന്നെ എളുപ്പത്തിലേക്ക് കൈപിടിക്കുന്നവനാണ്, നിന്നെ പ്രയാസപ്പെടുത്തി ഞെക്കി ഞെരുക്കി ബുദ്ധിമുട്ടാക്കാനല്ല. അതെ, ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. അങ്ങ് വിഷമിക്കാനല്ല അങ്ങേക്ക് ഈ പരിശുദ്ധ നിയമവും വേദവും ധർമ്മവും നാം സമ്മാനിച്ചത്. ഇന്നമാ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹുമ്മ യസ്സിർ ഉമൂറന, അല്ലാഹുമ്മ യസ്സിർ ഉമൂറന വസഹ്ഹിൽ മറാമന, കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുഹ്തദീൻ. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا وثبت الأقدام إن لاقينا. اللهم آمين.